നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീകൾക്കുള്ള മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ പല വീഡിയോയുടെ അടിയിലും ഒരുപാട് ആളുകൾ കമൻറ്റായി ചോദിക്കുന്നുണ്ട്, ഈ പദ്ധതി ഇപ്പോൾ നിർത്തലാക്കിയോ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആർക്കെങ്കിലും പണം ലഭിച്ചോ, അതുപോലെ തന്നെ ഇനി എന്നാണ് ഈ ഒരു സഹായം 1000 രൂപയുടെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലേക്ക് ചെയ്ത് കൂടി വെക്കുക. യൂട്യൂബിലൂടെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായിരുന്നു ഈ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു ഈ പദ്ധതി. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് തുടങ്ങിയ ഈ പദ്ധതിയിൽ ഒരുപാട് അനർഹർ കയറി കൂടിയിട്ടുണ്ട്. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ആ സമയങ്ങളിൽ പേര് വെട്ടിമാറ്റി മറ്റൊരു റേഷൻ കാർഡിലേക്കെല്ലാം പേര് വെട്ടിമാറ്റി, അതുപോലെ തന്നെ അനർഹമായി ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കുന്നത്. അതെല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കും പുതിയതായി ഈ ഒരു സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുക. നമുക്കറിയാം, ഒരു സർക്കാരിൻ്റെ അവസാന കാലത്താകുമ്പോൾ കാര്യമായ പരിശോധന അതിലുണ്ടായിരുന്നില്ല. അപേക്ഷിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അത് അപ്രൂവൽ ആയിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് അന്ന് അത് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആ റിജക്റ്റ് ആയ ആളുകൾക്ക് അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും അപേക്ഷ സമർപ്പിച്ചാൽ അപ്രൂവൽ ആവുകയും ചെയ്തിരുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെ അപേക്ഷിച്ചതിൽ ഏകദേശം 20-30% ആളുകൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പെൻഷനും അർഹതയില്ലാത്ത ആളുകൾ എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. നമ്മൾ താമസിക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ആർക്കും മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല. അതുപോലെ തന്നെ ഈ ഒരു പെൻഷനും അവർക്ക് അർഹത ഉണ്ടാവുകയില്ല. എന്നാൽ വീട് പണി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 900 അല്ലെങ്കിൽ 1000 താഴെ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ്. പിന്നീട് പല പ്രാവശ്യങ്ങളിലായി നമ്മൾ വീട് മുകളിലേക്കും മറ്റും എടുത്തത് കൊണ്ട് തന്നെ അത് പഞ്ചായത്തിൽ അറിയിക്കാതെയും അത് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അറിയിക്കാതെയും നമ്മുടെ കാർഡ് ഇപ്പോഴും ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇനി ഒരു അന്വേഷണം വരും. ഈ അന്വേഷണത്തിന് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അവരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അർഹതയില്ലാതെ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ സാധനങ്ങൾ, ഇതുപോലത്തെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിയാൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ഫൈനടക്കം തിരിച്ചടക്കേണ്ടി വരും. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി ഉപയോഗിക്കുന്ന ആളുകൾ, സ്വന്തമായി റേഷൻ കാർഡിൽ പേരുള്ള ആർക്കെങ്കിലും 4 ചക്ര വാഹനമുള്ള ആളുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലാതാവാം. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾക്ക് അനർഹമായി നിങ്ങൾ സാധനങ്ങൾ കൈപ്പറ്റി തുടങ്ങിയത് അന്ന് മുതലുള്ള പണവും മറ്റു കാര്യങ്ങളും നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ നേരിട്ട് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം. അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കാനും അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡ് കൈവശം വെക്കുന്നുണ്ട്. അവരും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ വാങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അർഹമായ ആളുകൾക്ക് ഈ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ മാസം ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ സ്വയം തന്നെ ഒഴിഞ്ഞു പോവുകയാണ് ഏറ്റവും നല്ലത് അതായിരിക്കും. അതുപോലെ തന്നെ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് 40 ദിവസത്തിനകം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അല്ലാത്ത വർഷം നമ്മൾ അതിനും ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഈ ഒരു പരിശോധന നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും സർക്കാരിൻ്റെ ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിൽ ഈ ഒരു പെൻഷൻ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോ